السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരവ് നിറഞ്ഞ സയ്യിദ് അവറുകളെ, എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുള്ള പരിശുദ്ധ ദുൽഖഅദ മാസത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഈ മാസത്തിന്റെ പോരിശ കൊണ്ട് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും സ്വാലിഹീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഹജ്ജാജ്മാര് പുണ്യഭൂമികൾ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടെയാണിത്. ഹജ്ജിന് വേണ്ടി, പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകുന്ന, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ലബ്ബൈക മന്ത്രം ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാത്രം ലക്ഷ്യം വെച്ച്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പുണ്യഭൂമിയിലേക്ക് യാത്ര പുറപ്പെടാനിരിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, അള്ളാഹു അവർക്കൊക്കെ പരിപൂർണമായ മഖബൂലും മബ്റൂറും മർദിയുമായ ഉംറയും ഹജ്ജും നിർവഹിക്കാൻ തൗഫീഖും ആയുരാരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. പോവാതിരിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല ഒരുപാട് തവണ പരിശുദ്ധ പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യഗേഹങ്ങൾ കാണാനും മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ ചെന്ന് ഭവ്യതയോടെ സലാം പറയാനുമുള്ള മഹാ തൗഫീഖ് നമുക്കും യാത്ര തിരിക്കാനിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട കർമ്മമാണ് ഹജ്ജ്. ആയുസ്സിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാകുന്ന ഹജ്ജും ഉംറയും ഇസ്തിതാഅത്തുള്ളവർക്കാണ് നിർബന്ധമാകുന്നത്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ആവതുള്ളവർ, എല്ലാ രീതിയിലും ആവതുള്ളവർക്കാണ് ഇത് നിർബന്ധമാകുന്നത്. അങ്ങനെ ആവതുള്ളവർ ആ കർമ്മം ചെയ്യൽ നിർബന്ധമാണ്. ചെയ്യാതിരിക്കാൻ പാടില്ല എന്നതല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ. അള്ളാഹു ചെയ്തവരുടെയൊക്കെ കർമ്മങ്ങൾ സ്വീകരിച്ച് ചെയ്യാതിരിക്കുന്നവർക്ക് അർഹമായ രീതിയിൽ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. കൂടുതലായും നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആഴ്ചതോറും നടന്നു വരുന്ന ദിക്ർ ദുആ മജ്ലിസിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നിർദ്ദേശപ്രകാരം ഓരോ ആഴ്ചയിലും തങ്ങളവരുടെ നിർദ്ദേശപ്രകാരം ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആനോത്തുകൾ, സൂറത്തുകൾ, അങ്ങനെ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ ഒരുപാട് ആളുകൾ നിത്യമായും ചൊല്ലിപ്പോരുന്ന, ഓതിപ്പോരുന്ന കർമ്മങ്ങളുണ്ട്, അമാലുകളുണ്ട്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. എല്ലാം അല്ലാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ആഹ്വാനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അതുപോലെ നിർവഹിക്കുന്നവർ, ധാരാളം ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി പതിവാക്കുന്നവർ, ധാരാളം ഖുർആൻ ഖത്മാക്കുന്നവർ, എല്ലാം അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കട്ടെ. ആഖിറത്തിലേക്ക് അതിൻ്റെ വലിയ ഒരു നന്മ കൂലി അള്ളാഹു മാറ്റിവെക്കട്ടെ. നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാ ആഴ്ചയിലും നടന്നു വരുന്ന ഈ ദുആ ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് വ്യക്തികൾക്ക് സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ ഒരു കേന്ദ്രം കൂടെയാണ്, ഒരു ദുആ കൂടെയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാവരും ആമീൻ പറയാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇലാ ഹദ്റത്തുൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل بلغ مثل ثواب ما قرأناه إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والصلاح كلهم، خاصة إلى حضرات من مات من أهالينا وأقربائنا وأصدقائنا وجيراننا ومشايخنا وأساتذتنا ووالدينا وأجدادنا وجداتنا وإخوتنا وأخواتنا وأعمامنا وعماتنا وأخوالنا وخالاتنا ومن تعلق بنا ومن دفن حول مسجدنا يا رب العالمين. اللهم زد لهم شرفا على شرفهم. اللهم اغفر لنا ولهم وارحمنا وإياهم. اللهم اجمع بيننا وبينهم في دار جناتك النعيم. അർഹമുർറാഹിമീനായ രാജാതിരാജനായ റബ്ബുൽ ആലമീനായ രക്ഷിതാവേ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. ഓതിയ ഖിറാഅത്തുകള്, പറഞ്ഞ ഇൽമുകള്, ചൊല്ലിയ ദിക്റുകള്, സ്വലാത്തുകള്, ഖുർആനോത്തുകള്, മറ്റു കർമ്മങ്ങള് എല്ലാം നീ സ്വീകരിക്കണം അല്ലാ. അതിന്റെ മിസ്ലു സവാബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പുണ്യ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. നിങ്ങളിവിടെ പറഞ്ഞ മുഴുവൻ മഹാന്മാരുടെയും മഹദികളുടെയും ഹദ്റത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിന്ന്, ബന്ധത്തിന്ന്, അയൽപക്കത്തുനിന്നൊക്കെ മരണപ്പെട്ടു പോയവർ, മരണപ്പെട്ട ഉസ്താദുമാരും മശായിഖന്മാരും മദ്രസയിലും ഉസ്താദുമാരും സ്കൂളിലും മറ്റും പഠിപ്പിച്ച മുസ്ലിം ടീച്ചേഴ്സ്, അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് ഇതിന്റെ വിധുരതാവ് എത്തിച്ചു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, പുണ്യമാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. അവരൊക്കെ ചെയ്ത മുഴുവൻ നന്മകളും നീ സ്വീകരിക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, അറിഞ്ഞും അറിയാതെയും, ചെറുതും വലുതും, രഹസ്യവും പരസ്യവുമായി. അല്ലാഹുവേ, ചെറുദോഷങ്ങളും വൻകുറ്റങ്ങളും അനേകമായും ചെയ്ത് കൂട്ടിയവരാണ്. ഈ മാസത്തിന്റെ പുണ്യം കൊണ്ട് നീ പൊറുക്കണേ അല്ലാ, നീ മാപ്പാക്കണേ റബ്ബേ. ഇനിയുള്ള കാലം ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാൻ, ഹറാമുകളെ തൊട്ട് മാറി നിൽക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. പഠിച്ചവനെ അല്ലാഹുവേ, ജീവിതകാലത്ത് നിങ്ങൾക്ക് വേണ്ട ഖൈറാത്തുകളൊക്കെ നൽകണേ റബ്ബേ. എല്ലാ ശുറൂറുകളെ തൊട്ടും കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങൾ നീ നിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണതുണകൾ നൽകണേ റബ്ബേ. പഠിച്ചവനെ, ബിസിനസ് സംബന്ധമായി, ജോലി സംബന്ധമായി, മറ്റു വിഷയങ്ങളെ കൊണ്ട് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞവർ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണം റഹ്മാന്. അല്ലാഹുവേ, മക്കൾക്ക് രോഗികളായിട്ടുള്ളവര്, ഭർത്താക്കന്മാർക്ക്, ഭാര്യമാർക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, പഠിച്ചവനെ, റഹ്മാനായ റബ്ബേ, ജയിലിൽ കുടുങ്ങിയവരുണ്ട്, കടൽ തൊഴിലാളികളുടെ പ്രയാസങ്ങളുള്ളവരുണ്ട്, മറ്റു മാർഗങ്ങളിൽ പ്രയാസമുള്ളവരുണ്ട്, കച്ചവടം
പ്രയാസത്തിലായി നിൽക്കുന്നവരുണ്ട്, കടമുള്ളവരുണ്ട്. എല്ലാവർക്കും ഹൈറായ വഴികൾ തുറന്നു കൊടുക്കണം റഹ്മാന്. പഠിച്ചവനെ, വിവാഹപ്രായം എത്തിയവര്, വിവാഹം കഴിഞ്ഞവര്, വിവാഹം നിശ്ചയിച്ചവര്, എല്ലാവർക്കും നല്ല ദാമ്പത്യ ജീവിതം തരണേ റബ്ബേ. വീടുകളിലൊക്കെ റബ്ബേ ഐശ്വര്യവും സന്തോഷവും റാഹത്തും നൽകണേ റഹ്മാനെ. പൊരുത്തമുള്ള കുടുംബമാക്കി മാറ്റണേ റബ്ബേ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് നിന്റെ ത്വഅത്തിലായിട്ടുള്ള ദീർഘായുസ് നൽകണം റബ്ബേ. മരണപ്പെട്ടവർക്ക് റബ്ബേ സ്വർഗം നിന്റെ ഓശാരമായി നൽകണം അല്ലാ. ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, മാതാപിതാക്കളും, ഞങ്ങളുടെ സഹോദര സഹോദരിമാര്, അള്ളാഹുവെ മറ്റുള്ളവരെല്ലാവർക്കും ഖൈറുകളും ബറക്കത്തുകളും നൽകണേ റഹ്മാന്. പടച്ചവനെ, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവര്, സയ്യിദ് അവറുകളോട് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞവര്, അള്ളാഹുവെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവര്, അറിയാത്ത വൈറസ് ഉള്ളവര്, അള്ളാഹുവേ ക്യാൻസറും മറ്റും രോഗം പിടിപെട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട ഗതികേട് പ്രയാസമുള്ളവരുണ്ട്. എല്ലാവർക്കും അള്ളാഹുവേ നീ രക്ഷയാവണേ റഹ്മാനെ, നീ രക്ഷയാവണേ റഹ്മാനെ. അള്ളാഹുവേ, പരിശുദ്ധ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും പല പ്രാവശ്യം ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് തരണം റബ്ബേ. നിങ്ങൾ പറഞ്ഞ എല്ലാവർക്കും നീ ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ മദീനയിൽ പോയി റൗദയിൽ പോയി സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. പഠിച്ചവനെ, മരണവേളയിലും മരണത്തിന് ശേഷവും മഹ്ശറയിലും ഖബറിലും മഹ്ശറയിലും എല്ലാം ഞങ്ങൾക്ക് വിജയങ്ങൾ തരണേ റബ്ബേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ജന്നാത്തുൻ നഈമിൽ പ്രവേശിക്കാനും നിന്നെ കാണാനുമുള്ള തൗഫീഖ് തരണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا وإياهم خير الدنيا وخير الآخرة واصرف عنا وعنهم شر الدنيا وشر الآخرة. ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.